കോഴിക്കോട് വയോധികരായ സഹോദരിമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹോദരൻ പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ചേവായൂർ പോലീസാണ് പ്രമോദിനെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. പ്രമോദിനായി തിരൂരിലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ലതീഷ് ചേർന്നുണ്ട്. ലതീഷ്, ഇവരെ രണ്ടുപേരുടെയും ഒരു കൊലപാതകം, ഇവർ സഹോദരൻ ഒരുമിച്ചാണ് താമസിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി 72 വയസ്സുള്ള ശ്രീജയ, 68 വയസ്സുള്ള പുഷ്പലളിത, ഇവരാണ് ഇന്നലെ മരിച്ച നിലയിൽ കാണുന്നത്. 3 വർഷമായി ഇവർക്ക് ഒരുമിച്ചാണ് സഹോദരൻ പ്രമോദ് താമസിക്കുന്നത്. പ്രമോദ് തന്നെയാണ് സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന് മറ്റൊരു ബന്ധുവിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുന്നത്. ബന്ധു വന്ന് വീട് തുറന്നു നോക്കിയപ്പോഴാണ് രണ്ടുപേരും മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പ്രമോദിനെ ആ സമയത്ത് അവിടെ കണ്ടിരുന്നില്ല. പ്രമോദിനെ പിന്നീട് പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇന്നലെ ഫറൂഖ് വരെ സഞ്ചരിച്ചതായി മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇവരുടെ മരണം കൊലപാതകമാണെന്ന് വൈകിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാണ് സ്ഥിരീകരിക്കുന്നത്. ദുരൂഹത ഉണ്ടായിരുന്നെങ്കിൽ പോലും മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രമോദിനെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചേവായൂർ പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. പ്രമോദ് നേരത്തെ തിരൂരിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തിരൂർ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രമോദിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രമോദിനെ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രമോദിനെ കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണത്തിലാണ് പോലീസ്. ഇതിനായാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്.